ഏത് കായിക ഇനത്തിലാണ് സൈന നെഹ്വാൾ ഒളിമ്പിക്സ് മെഡൽ നേടിയത്? ഓപ്ഷൻ എ ടെന്നീസ്, ഓപ്ഷൻ ബി ഷൂട്ടിംഗ്, ഓപ്ഷൻ സി ബാഡ്മിന്റൺ, ഓപ്ഷൻ ഡി ബോക്സിംഗ്, ഓപ്ഷൻ ഇ ജിംനാസ്റ്റിക്സ്. സൈന നെഹ്വാൾ. സൈന ഉണ്ട്. ആ ടെന്നീസ് ആണോ ബാഡ്മിന്റൺ ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. നമുക്ക് പിടിവള്ളി എടുക്കണോ? പിടിവള്ളി വേണം. കളയണം. ആ ദൃശ്യം ടി വിയിലൊക്കെ വന്നൊന്ന് ആലോചിച്ച് നോക്കിയേ എന്താണെന്നുള്ളത്. 50,000 രൂപയുടെ ചോദ്യമാണ്. കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞോളൂ, ധൈര്യത്തോടെ. ബാഡ്മിന്റൺ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കുമോ? ശരിയാവണം. ശരിയാണ്. ഇത് 2012 കാര്യം. അന്ന് എത്ര വയസ്സ് പ്രായമുണ്ട്? എനിക്ക് 6 വയസ്സ്. അപ്പൊ കണ്ടു കാണാൻ സാധ്യതയില്ല. അപ്പോ പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ബാഡ്മിന്റൺ ആണ് ശരി ഉത്തരം. അല്ല, PV സിന്ധുവും ഇവരും രണ്ടും ഒരേ ഇതാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്. അതാണ് പെട്ടെന്ന്. അമ്മൂമ്മയ്ക്ക് ഇത് കാണുമ്പോഴേ, താങ്കൾ ഏറ്റവും ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മൂമ്മയല്ലേ? അമ്മൂമ്മയ്ക്ക് ഇത് കാണുമ്പോൾ വലിയ സന്തോഷം. കാരണം ഒരു കൊച്ചുമോളെ TV കാണുകയല്ലേ, അപ്പൊ ഏറ്റവും സന്തോഷം. മാത്രല്ല TV കാണുമ്പോൾ വലിയ വലിപ്പമായിരിക്കും. കൊച്ചുമോളെ വലിയ മോളായിരിക്കും. അമ്മൂമ്മയ്ക്കൊരു പേരുണ്ടോ, ദുരന്തം എക്സ്പ്രസ്. അതാരാ ആ പേരിട്ട്? ഞാനാണ് ഇട്ടത്. അമ്മൂമ്മ ചുമ്മാ ഇങ്ങനെ ദുരന്തം പറയും, അങ്ങനെ ഇട്ടതാണ്. അമ്മൂമ്മ എപ്പോഴും പറയും അമ്മൂമ്മ 60 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്നൊക്കെ പറയും. അമ്മൂമ്മയുടെ വിശ്വാസമോ? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 56. നോക്കിക്കോ, അമ്മൂമ്മ ഒരു 10-30 കൊല്ലം 40 കൊല്ലം. അമ്മൂമ്മ എപ്പോഴും പറയും എന്റെ കല്യാണം കാണാൻ പറ്റൂല, അതിന് മുമ്പേ അമ്മൂമ്മ മരിച്ചു എന്നൊക്കെ പറയും. കല്യാണം കഴിക്കുന്നോ? ഇപ്പഴല്ല, അതായത് ഒരു 10-15 വർഷത്തിനകം കല്യാണം കഴിക്കുമല്ലോ. തീരുമാനിച്ചിട്ടുണ്ടോ? വീട്ടിൽ ഇപ്പോഴേ സമ്മർദ്ദം തുടങ്ങിയോ? ചെറിയ കുട്ടിയോട് കല്യാണം കഴിക്കണമെന്ന് പറയാൻ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അച്ഛനും അമ്മയും ഒരു ജോലിയൊക്കെ നേടിയിട്ട് കല്യാണം കഴിച്ചു. എന്തായാലും കല്യാണം കഴിക്കും തീരുമാനിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പൈസയായി, കല്യാണം കഴിക്കാനുള്ള പൈസയായി. എത്രയായി ഇപ്പൊ? 50,000 രൂപയായി. 1,00,000 രൂപ കയ്യിലായി. ഇനി നമുക്ക് 60,000ന്റെ ചോദ്യത്തിലേക്ക് കടക്കണം. ഓക്കെ, മത്സരം മുറുകയാണ്. മുറുക്കാമല്ലോ? ഓക്കെ, മോണിറ്റർ. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി ആന്ധ്ര, ഓപ്ഷൻ ഡി തമിഴ്നാട്, ഓപ്ഷൻ ഡി പോണ്ടിച്ചേരി. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. തമിഴ്നാട്. ആന്ധ്രാപ്രദേശ്. കൂട്ടാമോ? പൂട്ടാം. തമിഴ്നാട് തന്നെയാണ്. അപ്പോ മേനംകുളത്തുകാരി നിമിഷ ആർഎസ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അമ്മുമ്മയാണ് സത്യം. ഈ ഉത്തരം തെറ്റാ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. അമ്മുമ്മയ്ക്ക് സന്തോഷമായി. അമ്മുമ്മയെ പിടിച്ച് ആണയിട്ട് ആദ്യത്തെ അവതാരകൻ ഞാനായിരിക്കും അല്ലേ? അപ്പൊ 60,000 രൂപ കയ്യിലായി. ഈ പൈസയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? ഫീസ് അടയ്ക്കുന്ന പോട്ടെ, ബാക്കി എനിക്കൊന്നും വേണ്ട. ഇതിന്ന് അതാ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന പൈസ? എനിക്ക് സന്തോഷവും നല്ല സമാധാനമുള്ള ഒരു ലൈഫ് മാത്രം മതി. നമുക്ക് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ലൈഫ് വേണം. എന്ന് മുതൽ വേണം? അത് ഇത് കഴിഞ്ഞോടം വേണം. നിർബന്ധം. ഇപ്പൊ വീട്ടിലെ സന്തോഷം ഇല്ലേ? സന്തോഷമുണ്ട് സർ. വരാതിരിക്കുന്ന ദിവസം കുഴപ്പമില്ല. എന്നാലും നമ്മുടെ മനസ്സിലൊരു ആവലാതി കാണില്ലേ, ഇത്രയും കടമുണ്ട്, എന്ത് ചെയ്യുമെന്നൊക്കെ. അപ്പൊ അമ്മയ്ക്കാണ് ഏറ്റവും പേടി. 2 പെൺപിള്ളേരാണ്, ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള ഭയങ്കര പേടി അമ്മയ്ക്കാണ്. അച്ഛൻ നല്ല ബോൾഡാണ്. അച്ഛന് അങ്ങനെ ഒരു പേടിയില്ല. അച്ഛൻ നല്ല അധ്വാനിച്ച് ഈ കടം തീർന്നാൽ തന്നെ പിന്നെ ബാക്കിയുള്ള എന്നെ പഠിത്തം വരുന്നാലും അമ്മയുടെ ചികിത്സ വരുന്നാലും എല്ലാം എന്റെ അച്ഛൻ അധ്വാനിച്ച് ചെയ്തോളും. അച്ഛൻ ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ടല്ലോ. അച്ഛൻ അധ്വാനിക്കുന്നുണ്ടാണ് അച്ഛന് ആത്മധൈര്യം. അമ്മ വീട്ടിൽ നിന്ന് എല്ലാം കൂടെ ആലോചിച്ചത് സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നമാണ്. അമ്മ ചിന്താവിഷ്ടയാണ്. ചിന്താവിഷ്ടയായ രജനി മോൾ അല്ലേ? അമ്മക്ക് ഇതുപോലെ വിഷമമുള്ള കാര്യമില്ല. അമ്മയ്ക്ക് മോള് മാറ്റി അച്ഛന്റെ സുരേഷ് ആക്കണോന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ നടന്നില്ല. പറയൂ കുട്ടേട്ടാ. അമ്മ ഒരു കവിയത്രി ആവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല. അതെന്തു പറ്റി? കവിത എഴുതാൻ പറ്റിയില്ലേ? കവിത എഴുതും, പക്ഷെ പുറത്താർക്കും അറിഞ്ഞൂടാ. ഞാൻ അവക്ക് എഴുതി കൊടുക്കാറുണ്ട്. അമ്മ ഈ ഇടയ്ക്ക് കവിത വല്ലതും എഴുതിയോ? ഇല്ല. അമ്മ എന്തിനെ കുറിച്ച് അമ്മ സാധാരണ എഴുതുന്നത്? അമ്മ കൂടുതലും അമ്മയെ കുറിച്ച് തന്നെയാണ് എഴുതുക. അങ്ങനെ ഒരു കവിത ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ സ്കൂൾ മാഗസീൻ. അമ്മ ഒരു പേടിത്തൂറിയാണ്, അങ്ങനെയാണോ? അമ്മ ദീപം എന്നാണ് കവിതയുടെ പേര്. ഇപ്പോഴും എന്റെ മാഗസീൻ അമ്മ ദീപം. 2 ലൈൻ ആലപിച്ച്. അയ്യോ, ഞാൻ ഓർക്കുന്നില്ല.